ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. Is it true? Is it true? Yeah, 너무 아름다워 두려워. I'm true. Finally, mission ready, sir. Very good. This mission should be successful, and main thing, mission should be secret. So, your leave has been processed. Congrats, man. Thank you, sir. Team, ready? So let's move to Kerala. Hello. A very happy birthday to my sweet Nidhi. Thank you. What? It's June 30 morning? Shiva? Really? Best. ഞാനിതാരോടാ നിധി. It's your day, baby. Yay! Finally, it's June 30. Happy birthday to you, Zindagi. അല്ല ശിവ, നീ എന്താ ഫോണിൽ? സോറി നിധി, എനിക്ക് രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് കയറേണ്ടി വന്നു. ഇന്ന് സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ലീവാ. നീ ഈവനിങ് എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ഐ പ്രോമിസ്. ഓ ശരി. അല്ല ശിവുട്ടി, അതിന് ഈവനിങ് ഞാൻ എത്താൻ ഞാൻ എവിടെ പോവാ? എന്റെ നിധി, നിനക്ക് കോളേജ് തുറന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നീയല്ലേ ജൂൺ 30 ആവാതെ പോവില്ലെന്ന് പറഞ്ഞ് നിന്ന് സ്പെഷ്യൽ ഡേ ആണ്, രാഹുകാലമൊക്കെ നോക്കണമെന്നും പറഞ്ഞ്. നല്ല ആളാ. അയ്യോ ശിവുട്ടി, 8 മണിയായി. അയ്യോ എനിക്ക് ലേറ്റ് ആവും. ഞാൻ കോൾ വെക്കുവാണേ. ബൈ ഉമ്മ. എടാ മാധവ, നിന്നോട് ഞാൻ പറഞ്ഞതില്ലേ എന്നെ നേരത്തെ വിളിക്കണമെന്ന്. എന്നിട്ട് എന്തോന്ന്? ഹാപ്പി ബർത്ത്ഡേയോ? ആ, ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടും നീ വിഷ് ചെയ്തത് കൊണ്ടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിധി, സമയം ഒരുപാടായി. നീ എഴുന്നേക്കുന്നില്ലേ? ഞാൻ എണീറ്റു.
ഓ, തകർത്ത് പെയ്യുവാണല്ലോ. നിനക്ക് കുളിക്കാൻ മടിയുണ്ടോ നിധി? മാധവ, നോ, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ്. വേറെ ഏത് ദിവസം കുളിച്ചില്ലേലും ഇന്ന് ഞാൻ കുളിക്കും. ഇന്ന് കേരളത്തിൽ കാലവർഷം കനക്കും. കനത്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആ, ഇന്ന് കാലവർഷം കനത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. 19 വർഷമായിട്ട് നീ ഇതേ ഡയലോഗ് അല്ലേ ആശയ പറയുന്നേ? പിന്നെ ഈ മഴ അതെന്റെ നിധിക്ക് വേണ്ടി പെയ്യുന്നതാ. ഐശ്വര്യത്തിന്റെ തുള്ളികൾ. വന്നോ അങ്കക്കാരൻ? എന്താടാ മാധവ, നീയും തിരിഞ്ഞോ എന്റെ നേരെ? ദേ, നിന്റെ രാവിലത്തെ പാലും ബിസ്ക്കറ്റും ഞാൻ ക്യാൻസൽ ചെയ്യും. പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മൂട്ടി ക്യാൻസൽ ചെയ്താലേ അച്ചൂട്ട റീ അപ്ലോഡ് ചെയ്യും, അല്ലേ അച്ചൂട്ട? അച്ചൂട്ടന്റെ നിധിക്കുട്ടി, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ന്യൂ ബിഗിനിങ്. താങ്ക് യു സോ 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 മച്ച് അച്ചൂട്ട. 19 വർഷം മുന്നേ ഈ വീട്ടിൽ ഉരുൾപൊട്ടിയതിന് ഹാപ്പി ബർത്ത്ഡേ. ഉരുൾപൊട്ടിച്ച കാലവർഷത്തിന് ഉമ്മ. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാണേ. കഴിച്ചിട്ട് പോന്നിതി. അയ്യോ അമ്മൂട്ടി, ലേറ്റ് ആയി. പിന്നെ ഈവനിങ് ഞാൻ എത്തുമ്പോഴേക്കും പായസം മറക്കണ്ട. അച്ചുട്ടോ. ഓ, വിളിയുടെ ഉദ്ദേശം മനസ്സിലായി. രാവിലെ തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അച്ചുട്ട മുത്താണ്. ചാച്ചാ. ആഹാ, റോസമാസ് ഇന്ന് ഫുൾ മൂഡിലാണല്ലോ. സംഗീത നായകൻ അവന്റെ സംഗീതം തുടങ്ങിയല്ലോ അല്ലേ? കോറസ് ഇച്ചിരി ടെററാണല്ലോ. കുഴപ്പമില്ല, ഡാൻസേഴ്സ് എന്തായാലും പൊളിക്കുന്നുണ്ട്. അപ്പൊ ബൈ റോസമാസ്. എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? ചേച്ചി, എന്താ പറ്റിയത്? എന്ത് പറയാനാ മോളെ, ഒരു ബൈക്ക് തട്ടിയിട്ട് പോയതാ, പാവം. എന്നിട്ട് നിങ്ങളൊക്കെ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കൂ. എന്റെ കൊച്ചെ, ഇതൊക്കെ പിന്നെ വേറെ വല്ല പണിയും ആകും. എനിക്കൊന്നും വയ്യ, അതിനു മാത്രമുള്ള സമയവുമില്ല. ഛേ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നേ? ഒന്നുമില്ലെങ്കിലും അതൊരു ജീവനല്ലേ. ഇവിടെ ആരും ഇല്ലേ ഒന്നിയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ? മോളെ വാ, എന്നെ ഓട്ടോയിൽ എത്തിക്കാം. നിധി, ചേച്ചി, എങ്ങനെയുണ്ട് അവർക്ക്? പേടിക്കാനൊന്നുമില്ലടോ, ആൾ ഓക്കെയാണ്. പിന്നെ ഒരു ഒബ്സർവേഷന് വേണ്ടി ICUവിൽ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ നീ ഡോക്ടറെ കണ്ടോ? ഓ ഇല്ല, ഞാൻ കണ്ടില്ല. ഫ്രീ ആണോ? ആ, ഡോക്ടർ ക്യാബിനിലുണ്ട്, നീ ചെല്ല്. ആ ചേച്ചി, ഒന്നുമല്ലാതെ ICUവിലൊക്കെ. പിന്നെ നിധി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പേടിക്കാനൊന്നുമില്ല. പിന്നെ കുറച്ച് ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ട്. അതിന് ഞങ്ങളിപ്പോ ഡോണറെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ആളിപ്പോ ഇങ്ങെത്തും. എന്നിട്ട് ഡോണറെ കിട്ടിയോ? കിട്ടി. ക്രിസ്ത്യൻ കോളേജിലെ ഒരു സ്റ്റുഡന്റാ. ഹോസ്പിറ്റലും കോളേജും തമ്മിൽ ചെറിയൊരു ടേംസ് ഉണ്ട്. ശരി, എന്നാ ഞാൻ ക്യാബിനിലോട്ട് പോയിട്ട് വരാം. മേ ഐ കം ഇൻ ഡോക്ടർ? നിധി, നീ കോളേജിൽ പോയില്ലേ? അതുണ്ടല്ലോ ശിവൂട്ടി, ഞാൻ കോളേജിൽ പോവാൻ ഇറങ്ങിയതാ. അപ്പോ വഴിയിൽ വെച്ച് ഒരാക്സിഡന്റ്. നീ രക്ഷിച്ചു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. അമ്പടി ചിഞ്ചിങ്ങാക്കടി, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ കൊച്ചു കളി.
നിധി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എത്ര ദിവസമായി കോളേജ് തുറന്നിട്ട്? എന്നിട്ട് നീ എന്തായി ചെയ്യുന്നേ? എന്താ നിധി, നിനക്ക് ഒട്ടും പങ്ക്ച്വാലിറ്റി ഇല്ലേ? ഫസ്റ്റ് ഡേ തന്നെ. ശിവൂട്ടി, ഞാൻ ഒരു ജീവൻ രക്ഷിച്ചതല്ലേ, അതിനിങ്ങനെ വഴക്കു പറയണോ? ഒരു ജീവന് മാത്രമല്ല വേറൊരു ജീവനെ രക്ഷിക്കാൻ പറ്റൂ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. നോക്ക് നിധി, നീ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ ചെയ്തത് തെറ്റാണെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സിറ്റുവേഷനില് നീ നിന്റെ കാര്യം കൂടെ നോക്കാതെ നിനക്ക് ഒന്നെങ്കിൽ എന്നെ വിളിക്കായിരുന്നു, അല്ലെ നിനക്ക് ഈ ഹോസ്പിറ്റലായി നല്ല പരിചയമുള്ളതാ. ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഇൻഫോം ചെയ്താൽ അവര് വരില്ലേ? നീ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ശിവൂട്ടി, സോറി. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. നിധി, എവിടെ വാ. എന്നാലും ശിവൂട്ടി, നീ എന്നെ വഴക്ക് പറഞ്ഞില്ലേ, അതും ഇന്നെന്റെ ബർത്ത്ഡേ ആയിട്ട്. അച്ചടാ, സോറി നിധിക്കുട്ടി. എന്റെ നിധിക്കുട്ടിക്ക് ഈവനിങ് ശിവൂട്ടി എത്തുമ്പോ സ്പെഷ്യൽ പരിപ്പുവടയും പിന്നെ എന്നോട് കുറെ നാളായി ചോദിക്കുന്ന റോമിയോ ജൂലിയറ്റിന്റെ ബുക്കും കൊണ്ടുവരാം. പേര് റിച്ചാർഡ് സത്യം. ഒരു കാറ്റു നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീയെന്നും മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ. പല വഴി മരങ്ങളായി നിലവുകൾ നിൽക്കേ കൊലുസണിയുന്ന നിലാവേ, നിൻ പദതാളം വഴിയുന്ന വനവീതി ഞാൻ. എന്റെ നിധി, നിന്റെ ഒരു കാര്യം. എടാ റിച്ചാർഡേ, ഓ ദേജിയോ, ഇതെന്താടാ കയ്യില് ടാബ്ലറ്റ്സ് ഒക്കെ? നീ ഡൊണേറ്റ് ചെയ്യാൻ പോയതല്ലേ? ഓ, അപ്പോ ഇതാണ് ഡോണർ റിച്ചാർഡ്, തിയേച്ചി പറഞ്ഞേ. അത് ആരംഭ ചേച്ചി എഴുതി തന്നതാ, കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ്. ഒരു മിനിറ്റ് ചേച്ചി. ദേച്ചി, എന്നാ ഞാൻ ഇറങ്ങുവാ. ഇല്ലേ ശിവൂട്ടി എന്നെ ഇവിടെ കണ്ട എന്റെ ബർത്ത്ഡേ എർത്തഡേ ആക്കും. ശരി വിട്ടോ. അത് ചേച്ചി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാനെന്നാ അങ്ങോട്ട്. ഓ, പോയിട്ട് വേടാ എന്നാ. ഓക്കെ, വണ്ടി വിട്ടോ. ഓക്കെ. നീ ഏതാ കൊച്ചി? ഇറങ്ങ. ചേട്ടൻ ക്രിസ്ത്യൻ കോളേജിലേക്കല്ലേ? ഞാനും അങ്ങോട്ടേക്കാ. അതിന് ഞാൻ കോളേജിലാണെന്ന് വെച്ച് എത്രയോ ബസ് ഉണ്ടോ കോളേജിലേക്ക്? ഇറങ്ങ. ബസ്സിന് പോയാൽ ലേറ്റ് ആവും ചേട്ടാ, പ്ലീസ് ഒരു ലിഫ്റ്റ്. എനിക്കതൊന്നും അറിയണ്ട, ഇറങ്ങ. എന്താ ചേട്ടാ കണ്ണി ചോറിയില്ലാത്ത പോലെ, പ്ലീസ്. എന്റെ കർത്താവ്, ഇതെന്ത് കഷ്ടമാ. എന്നാ ഞാൻ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കും, താൻ എനിക്ക് കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട്. ഇത് വലിയ ശല്യായാലോ, കേറന്നാ. നല്ല മഴക്കോളുണ്ടല്ലേ, 5 മിനിറ്റിനുള്ളിൽ എത്തിയില്ലേ മഴ പെയ്യും. മഴ പെയ്താൽ നമ്മൾ നനയും റിച്ചൂട്ടാ. റിച്ചൂട്ടനാ? ഓ, ഈ റിച്ചാർഡ് ഏട്ടാന്നൊന്ന് നീട്ടി വിളിക്കാൻ സമയമില്ലാന്നേ.
അതുകൊണ്ട് റിച്ചൂട്ടൻ. അയ്യോ, ദേ ബമ്പ്. എന്റെ കൃഷ്ണ, എന്തോ ആടി, ഞാൻ കാണുന്നുണ്ട്. താനും ചുമ്മാ ഇരി. റിച്ചൂട്ടാ ഹോസ്പിറ്റലിൽ എപ്പോഴും വരാറുണ്ടോ? പിന്നെ എന്റെ അമ്മമ്മയുടെ തറവാടല്ലേ? ഓ ഐ സി. വെറുതെ അല്ല എല്ലാവരും ഇത്ര പരിചയം. അയ്യോ റിച്ചൂട്ടാ, ദേ പട്ടി. അയ്യോ അയ്യോ, മാറിക്കോ. അയ്യോ അച്ഛാ. എന്റെ ദൈവമേ, ഏത് നേരത്താണോ എന്തോ എന്റെ പുതിയ ഡ്രസ് ഫുൾ അഴുക്കായി. പെണ്ണെ, എന്റെ മേലെ തെളിച്ച് എന്താ പൊടിഞ്ഞ വെയിറ്റ് അടി നീ. എന്റെ ഇന്നത്തെ ദിവസം പോയി. ഇന്നത്തെ ദിവസം ഡോ പറയടോ, ഇന്നത്തെ ദിവസം എന്താ? ഇന്ന് തിങ്കളാഴ്ച. അതല്ല, ഡേറ്റ് പറയടോ. ഇന്ന് ജൂൺ 30. വേഗം സ്ഥലം വിടാൻ നോക്ക്. താങ്ക് യു റിച്ചൂട്ടാ. അതെ റിച്ചൂട്ടാ, ഇല്ലേ ഇന്നുണ്ടല്ലോ. ഓ, ലാൻഡ് ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ്. ഹായ് ചേട്ടാ. ഹലോ ക്യൂട്ടി. ഹായ് സിസ്റ്റർ. ഹായ്, ഞാൻ സിന്ദഗി, നിധി എന്ന് വിളിക്കും. ഹായ്, ഞാൻ നിർദ്ദേവ്. വെറും നിർദ്ദേവല്ല, നിർദ്ദേവ് നമ്പ്യാർ. പിന്നെ സ്നേഹം കൂടിയവർ എന്നെ നിക്കീന്ന് വിളിക്കും. ഹായ് കുഞ്ഞേച്ചി, സിന്ദഗി, നിധി. ഗൗതമി, ആമി. പിന്നെ റിച്ചൂട്ടാ. ആ, എന്താ റിച്ചാർഡേ, ഒന്നിവിടെ വാ. ആ, വരുവാ. എന്താ പറ്റി നിധി കുട്ടി? അത് ചേട്ടാ, കുഞ്ഞേച്ചി ഇന്നെന്റെ ബർത്ത്ഡേ ആ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ നിധി. താങ്ക് യു ചേട്ടാ. താങ്ക് യു കുഞ്ഞേച്ചി. ശ്രേയ, പ്രസന്റ്. സാം, പ്രസന്റ്. തീർത്ഥ, പ്രസന്റ്. യദു, പ്രസന്റ്. जिंदगी. Present, sir. May I come in, sir? Yes, take your seat. Hi, ഞാൻ ശ്രേയ. ഹലോ, ജിന്ദഗി. നിധി. ആഹാ, നിധി എത്ര ദിവസം എവിടെയായിരുന്നു? ഓ, ഒന്നും പറയണ്ട എന്റെ ശ്രേയോട്ടി. So that's all about today. Zindagi, come with me. ഓക്കെ സർ. Zindagi, തനിക്ക് എന്നെ അറിയാവോ? അറിയാലോ, സർ നമ്മുടെ പ്രൊഫസർ അല്ലേ? അതല്ല സിന്ദഗി, നീ ശിവാലിയുടെ സിസ്റ്റർ അല്ലേ? ആ അതെ. സർ ഘനശ്യാം. ആ, ശിവുടെ ഗനു. Am I right? അതെ, ശിവയുടെ ഗനു, ശിവയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവിടെ പ്രൊഫസർ ഘനശ്യാം വർമ്മ. എന്തായാലും നമുക്കിനിയും കാണാം. ശിവ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു മോൾ ഇവിടെയാണെന്ന്. ഓക്കെ സർ.
നാളേരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു. ഏറിയ നാളു പോയതല്ലേ, നീ മറന്നു പോയൊരു നാളേരില പോലെ നാം ഇരുപേർ ഒത്തുപള്ളിയിൽ ഒത്തുചേർന്നു. ഏറിയ നാളു പോയതല്ലേ, അന്നു നീ കടിച്ചു പാതി തന്നു പൊന്നു കിനാവിൻ കണ്ണിമങ്ങാ. ഒത്തിരുന്നു കാത്തിരുന്നു ജീവിതമാകെ നേരിടുവാൻ. നീ പച്ചത്തോരുത്തായി സ്വപ്നത്തോരുമ്പായി കൽബിലിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴമേ, കിളിക്കൊത്താത്തിൻ പഴമേ, ചെറുചുണ്ടിൽ പൂത്തൊരു മുത്തായി ചിപ്പിയിൽ നിന്നെ കാത്തുവച്ചു. വാടാ, മഴ പെയ്തു. ദേടാ, നിന്റെ കൂടെ വന്ന ചീങ്കണി ചാടി ചാടി നടക്കുന്നു. ഹേ നിധി, ഇവിടെ വാ. മഴയാ. ഹായ് കുഞ്ഞേച്ചി. റിച്ചോട്ട. അല്ല, ഇതാര്? നിക്കോട്ടനോ? അല്ലടി ചീങ്കണി, നീ ഞങ്ങളുടെ പാട്ട് കേട്ടോ? ഹാ, കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്നാ പറ, ഞാൻ പാടിയതാണോ ഇഷ്ടപ്പെട്ടത്, അതോ നിന്റെ റിച്ചോട്ടൻ പാടിയതോ? ദേ, ഇപ്പൊ ഒരാൾ പാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ? എന്നും എനിക്കിഷ്ടം ആ പാട്ടുകാരനെയാ. അവൻ വന്നപ്പോ നിങ്ങളുടെ സംഗീതം പോലും നിന്നില്ലേ? എന്ന് വെച്ച് നിങ്ങൾ മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. യു ബോത്ത് ഹാവ് എ ബ്ലെസ്ഡ് വോയിസ്. എന്നാ ഞാൻ പോന്നേ. കുഞ്ഞിച്ചി ബൈ. ഒരു നാട്ടിൽ പണ്ടെങ്ങോ ഗുരുനാഥൻ എങ്കേ മൻ. ഡോക്ടറെ. യെസ്, കമിൻ. ഇരിക്കൂ. അത് ഡോക്ടറെ, ഈ ആരബി ഡോക്ടർ. ഓ ഓ, ആരബി ഡോക്ടർ ഏൽപ്പിച്ചതല്ലേ? ആ, മനസ്സിലായി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഷുഗർ പതിവിലും കുറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ തന്ന മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഷുഗർ കുറഞ്ഞെന്ന് വെച്ച് ഒരുപാട് സ്വീറ്റ്സ് ഒന്നും കഴിക്കണ്ട കേട്ടോ. ഓ ഇല്ല, എന്നാ ശരി മോളെ. ശരി. അന്നാമോ, ഇവിടെ നില്ലേ, ഞാനിപ്പോ വരാം. ഹേയ്, മേ ഐ? യെസ്, ഐ എം റിഷാൻ സത്യൻ. ഡോക്ടർ ഇവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. യാ, ഓൾമോസ്റ്റ് 5 months. I see. So, are you married? No. Committed or any other marriage proposals, etc.? Currently, no. പറയാൻ വിട്ടുപോയി. തന്റെ നെയിം, അതിന്റെ കൂടെ ഈ ഡോക്ടർ, അത് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിവേസ്, സൺഡേ വീട്ടിൽ വെച്ച് കാണാട്ടോ. ബൈ.
നല്ല ആഡംബരത്തില് വരുന്നുണ്ടല്ലോ. എന്നെ നടക്കാനാണോ പ്ലാൻ? മാസം ഒക്ടോബർ ആയല്ലോ. എന്താടാ കുട്ടാ, റൊമാൻസ് ഇത്തവണ കുറച്ച് കൂടുതലാണല്ലോ. അസൂയാണെന്ന് വിചാരിക്കരുത്. ഇതുപോലെ എനിക്കും കിട്ടും ഒരു പ്രേമം. ഓ ഹേ നിധി. ഹായ് കുഞ്ഞേച്ചി. നീ വീട്ടിലേക്കാണോ? ആ കുഞ്ഞേച്ചി, ഞാൻ പോവാൻ ഇറങ്ങുക. എന്നാ വാ, ഞാനും വീട്ടിലേക്കാ. ഞാൻ നിന്നെ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാം. ഹലോ എടാ, അത് ഹലോ ഹലോ. ഷേ, എന്ത് കഷ്ടമാ. നിധി, എനിക്കൊന്ന് ഓഫീസ് വരെ പോണം. ആ, എന്നാ പോയിട്ട് വാ എന്റെ ചെയർമാനെ. അപ്പൊ നീ? ഷേ, ഞാൻ പൊക്കോളാന്നേ, എന്നെ ആലോചിച്ച് വിഷമിക്കണ്ട. കോപ്പ്, ഒന്ന് വേഗം വീട്ടിലെത്താന്ന് വിചാരിച്ച. ആമി, നിന്നെ അവിടെ എല്ലാരും തിരക്കുവാ. നീ പെട്ടെന്ന് പോ. ആ റിച്ചു, നീ വീട്ടിലേക്കാണോടാ? ആ അതേലോ. നിധി, എന്നാ നീ റിച്ചുവിന്റെ കൂടെ വിട്ടോ. എടാ, ഒന്ന് ഇവിടെ നീ ഡ്രോപ്പ് ചെയ്. ആ ആമി ആമി. ഹായ് റിച്ചുട്ടാ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനായി. ദേ, മിണ്ടാതിരിക്കണം, അത് മാത്രമേ ഒരു അപേക്ഷയുള്ളൂ. അത് കുറച്ച് ഡിഫിക്കൽട്ടാ. വേണമെങ്കില് ഒരു ലൈഫ് ലൈൻ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ആലോചിക്കാം. ലൈഫ് ലൈനോ? എന്ത്? പോകുന്ന വഴിക്ക് എനിക്ക് പരിപ്പ് വട വാങ്ങിച്ചു തരണം. ഓ, അത്രേ ഉള്ളൂ. അതൊക്കെ വാങ്ങിച്ചുതരാം. നീ മിണ്ടാതിരുന്നാ മതി. അയ്യോ, മഴ പെയ്തല്ലോ. അയവ സെറ്റ്. വണ്ടി എടുക്ക് റിച്ചുട്ടാ. എടി, ഈ മഴയത്തോ? ഓ, ഇങ്ങനൊരു പൊട്ടൻ ഈ മഴയത്ത് ബൈക്ക് കെട്ടിപ്പിടിച്ചിരുന്നു ചൂട് പരിപ്പോട്. അയ്യോ അമ്മേ, പൊളി പൊളി പൊളി. കർത്താവേ, ഇത് വിഴുങ്ങോ? നോക്കി നിക്കാതെ വണ്ടി എടുക്ക് റിച്ചുട്ടാ. ഒരു കാറ്റു നീന്തി വന്നെന്നിൽ പെയ്തു നിൽക്കു നീ എന്നും മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ. പല വഴിമരങ്ങളായി നിലവുകൾ നിൽക്കേ കൊലുസണിയുന്ന നിലാവേ. നിൻപദത്താളം വഴിയുന്ന വനവീതി ഞാൻ. വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം. ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. എന്താ മാധവ, നിന്റെ മുഖം അവിന്റെ കുത്തിയ പഴം പോലെ ഇരിക്കുന്നെ? ഓ ഐ സി. മഴയായോണ്ട് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ട് നിന്റെ ഗേൾ ഫ്രണ്ടിനെ നീ വല്ലാതെ മിസ് ചെയ്യുന്നു തോന്നുന്നു. കുസുമത്തിനെ നമുക്ക് പിന്നെ കാണാം. പോട്ടടാ, കരയണ്ട. പോട്ടടാ, പുറത്ത് പെയ്യുന്നാൾ വർഷത്തിലൊരിക്കൽ അവന്റെ പ്രണയിനിയായ ഭൂമിയെ കാണാൻ വരുന്നതല്ലേ? അവരുടെ കെമിസ്ട്രിക്ക് വേണ്ടി നമ്മക്കൊന്ന് മാറി നിൽക്കാം. മാധവ, യു ഡോണ്ട് വറി, എവറി കാറ്റ് ഹാസ് എ ഡേ. എന്താണ് ഡോലു ബോലുവിന്റെയും ഇന്നത്തെ ചർച്ചാ വിഷയം? നിധി, എന്നാ പിടി. വാവ്, പരിപ്പ് വട. ആഹാ, അല്ല ചൂട്ടി, എന്താ ലേറ്റ് ആയി? ശിവ, മോളെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നാച്ചാ പറഞ്ഞു. അത് മോളെ, നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. സൺഡേ അവർ നിന്നെ കാണാൻ വരും. അച്ഛ പ്ലീസ്, ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദിസ്. എനിക്ക് ഇപ്പൊ ഒരു മാരേജ് വേണ്ട. മതി ശിവ, ഒരുപാടായി കേൾക്കുന്നേ. നോക്കു മോളെ, ഒരു പെണ്ണ് കാണാൻ അവര് കണ്ടിട്ട് പോട്ടെ. നമുക്ക് പറ്റുന്നതാണ് അക്സെപ്റ്റ് ചെയ്യാം. ആഫ്റ്റർ ഓൾ ഇതെല്ലാം നിന്റെ തീരുമാനം. നിനക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം, നിനക്ക് ഇഷ്ടപ്പെട്ടാൽ. അല്ലാതെ അച്ഛൻ മോളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. ശിവൂട്ടി, അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഒന്ന് കണ്ടു നോക്ക്.
കണ്ടിട്ട് ഇഷ്ടായില്ലേ? വേണ്ട. അല്ലടാ മാധവ, നിന്റെ അഭിപ്രായം അതല്ലേ? ദേ, മാധവന്റെ പോലും അഭിപ്രായം അതാ. ശരി, ബട്ട് എന്റെ സൈഡിൽ നിന്ന് ആരും ഒരു പോസിറ്റീവ് ആൻസർ പ്രതീക്ഷിക്കരുത്. ആഹാ, എല്ലാരും എത്തിയോ? വാ വാ, കേറി കേറി. നമസ്കാരം. ഇത്തിരി ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഏയ് ഇല്ല ഇല്ല ഇല്ല. ഇത് എന്റെ ഭാര്യ അന്ന, ഇത് മൂത്ത മകൻ റിഷാൻ. ഇതിനു വേണ്ടിയാ നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടത്. ഇത് ഇളയവൻ റിച്ചാർഡ്, ക്രിസ്ത്യൻ കോളേജിൽ PG ചെയ്യുക. ആഹാ, ആണോ? നമ്മുടെ ഇളയതും അവിടെ തന്നെയാ. പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെയും അന്നയുടെയും ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഇവിടെ ക്രിസ്ത്യനും ഞാനൊരു നായറുമാണ്. എന്ന് വെച്ച് ഞാനോ ഇവളോ മതം മാറാനോ ഒന്നിനും ഇതുവരെ നിന്നിട്ടില്ല. അതുപോലെ എന്റെ 2 മക്കളും ഇന്നേ വരെ ഒരു മതവും സ്വീകരിച്ചിട്ടില്ല. അയ്യോ, നമുക്കതൊന്നും വിഷയമല്ല. എന്റെ മോൾക്ക് ഒരു നല്ല ജീവിതം കിട്ടിയാൽ മതി. അവളിനും സന്തോഷവതിയായിരിക്കണം. ഓ, അതൊക്കെ ഉണ്ടാവും. കുട്ടികളെ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അല്ല, നിങ്ങൾക്ക് എത്ര മക്കളാ? ഞങ്ങൾക്ക് 2 മക്കൾ. മൂത്തവളെയാ നിങ്ങൾ കാണാൻ പോകുന്നത്, ശിവാലി. രണ്ടാമത്തവൾ, എടാ മാധവ, നിധി എവിടെ? അവള് മുകളിലുണ്ട്, ഇപ്പൊ വരും. ദേ, ഇവൻ നമ്മുടെ 3ാമത്തെ സന്തതി കേട്ടോ. നമ്മുടെ മാധവൻ. ഹായ് മാധവ, യു ലുക്ക് സോ ക്യൂട്ട്. ഇവിടെ വാ. ഹേയ് മാധവ, അവിടെ നില്ല്, ഓടല്ലേ. എന്നാ മോളെ വിളിക്ക്. ശിവ. आई ऐसी रात है जो बहुत खुश नसीब है, चाहे जिसे दूर से दुनिया वो मेरे करीब है। कितना कुछ कहना है फिर भी है दिल में सवाल कहीं, सपनों में जो रोज कहा है वो फिर से कहूँ या नहीं। ഏയ്, എവിടേക്കാ ഓടുന്നേ? അവിടെ നില്ലേ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. മാധവ, ഇതാരുടെ റൂം? മാധവ, എന്താ അവരെത്തിയോ? ഞാൻ ഇപ്പൊ വരാം. ഈ ശബ്ദം ഞാൻ എവിടെയോ. എന്താ മാധവ, എന്താ നിനക്ക്? ആ! ഓ സോറി. ഇത് ഞാൻ എല്ലാരോടും പറയും. അട്ടാ പകൽ എന്റെ വീട്ടിൽ വന്ന് എന്റെ കുളിസയും പിടിക്കാൻ വന്നതല്ലേ? സത്യം പറഞ്ഞോ? ഹേ, സത്യമായിട്ടോ അല്ല, പ്ലീസ്. തന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കും? നോക്കണം, എന്റെ അമ്മയാണ് സത്യം. എനിക്ക് ഈ പെറ്റ്സിനെയൊക്കെ വളരെ ഇഷ്ടമാ. അങ്ങനെ ഇതിന്റെ പുറകെ വന്നതാ ഞാൻ. വിശ്വസിക്കാം, പക്ഷേ വൺ കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? വരുന്ന NSS സ്പെഷ്യൽ ക്യാമ്പിന് ആ 50 പേരുടെ കൂട്ടത്തിൽ എന്നെയും ആഡ് ആക്കണം. എടാ, അത് നീ ജൂനിയർ അല്ലേ? അത് സീനിയേഴ്സിന് വേണ്ടി മാത്രമാ. എങ്കിൽ ശരി, ഞാൻ ഈ കാര്യം കോളേജ് മൊത്തം പറയും. അല്ലേ വേണ്ട, ഇപ്പൊ തന്നെ പറയാം. അമ്മേ! അയ്യോ, വേണ്ട 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 വേണ്ട. ശരി, സമ്മതിച്ച്. എടാ മാധവ, നീ ഇത് കേട്ടല്ലോ? നീയാണ് ഏക സാക്ഷി. അല്ല റിച്ചൂട്ടാ, റിച്ചൂട്ടൻ എങ്ങനെ ഇവിടെ എത്തി? അത് ചേട്ടന് പെണ്ണ് കാണാൻ. എന്താണ് ഡോക്ടറെ, ഒന്നും ചോദിക്കാനും പറയാനും ഇല്ലേ? നോക്ക് മിസ്റ്റർ, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. ഞാൻ ഇതിനൊന്നും പ്രിപ്പയർഡ് അല്ല. ഞാൻ താൻ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. ഇതൊക്കെയല്ലേ പറയാൻ വരുന്നേ? നിങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്കൊക്കെ വല്ല ക്ലാസും കിട്ടുന്നുണ്ടോ? ഇതുപോലത്തെ സാഹചര്യം വരുമ്പോ ഇങ്ങനത്തെ ഡയലോഗ്സും പറയും. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതും ഇല്ല. അത്
ഡോക്ടർ ശിവാലി രാംനാഥ്, 26 വയസ്സ്, സിറ്റി ഹോസ്പിറ്റലിൽ 6 മാസമായി ഫിസിഷ്യനായി വർക്ക് ചെയ്യുന്നു. രാംനാഥ് ഈശ്വരുടെയും ആശ രാംനാഥിന്റെയും മൂത്ത മകൾ, ഒരനിയത്തി ജിന്ദഗി രാംനാഥ്. ഇനി ശിവാലി രാംനാഥിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എയിംസിൽ MBBS എടുത്തു. നീറ്റ് എൻട്രൻസിൽ അത്യാവശ്യം ടോപ്പ് റാങ്കിലെത്തി. +1, +2, 10th സ്കൂൾ ടോപ്പർ. എന്റെ ബയോഡാറ്റ നോക്കി തോന്നുന്നു. സോ ഫണി. ശരി, എന്നാ ബയോഡാറ്റയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. അടക്കവും ഒതുക്കമുള്ള പെൺകുട്ടി, അച്ഛനും അമ്മയും അനിയത്തിയാണ് ലോകം. ആരെയും തന്നിലേക്ക് പെട്ടെന്ന് അടുപ്പിക്കില്ല. ഇനിയിപ്പോ അങ്ങനെ ആരെങ്കിലും ഈ 26 വർഷത്തിനിടയിൽ അടുപ്പിച്ചിട്ടുണ്ടേ അത് പ്രൊഫസർ ഘനശ്യാം വർമ്മയും മാത്രം. അല്ല, ശിവയുടെ ഗനു അല്ലേ, ഗനുയുടെ ശിവ. ഹൈസ്കൂൾ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ്. ശിവാനിക്കൊരു പ്രത്യേകതയുണ്ട്. ഉള്ളിലുള്ള വികാരങ്ങളൊന്നും പെട്ടെന്ന് പുറത്തു കാണിക്കില്ല. പക്ഷേ ഉള്ളുകൊണ്ട് എല്ലാവരെയും അത്രയും സ്നേഹിക്കും. അതുപോലെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നതും ശിവാനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ സ്വന്തം മാതാപിതാക്കളായാൽ പോലും. എനിപ്പറ, ഇതൊന്നും ബയോഡാറ്റയിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലേ? ലോക് ശിവ, ഐ എം വെരി സ്ട്രേറ്റ് ഫോർവേഡ്. അതുകൊണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ നേരെ വീട്ടിൽ വന്ന് ചോദിച്ചത്. പ്രേമിച്ച് പുറകെ നടന്ന സമയം കളയാനൊന്നും എനിക്ക് വയ്യ. അതുപോലെ അതിനി വേറെ സമയം കണ്ടെത്തി വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ വേറെ സമയം, ഇത്ര മാത്രം സമയം കളയാനൊന്നും എന്റെ അടുത്ത് സമയമില്ല. പിന്നെ ഒരു പ്രപ്പോസൽ വന്നെന്ന് വെച്ച് താൻ പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. യു ക്യാൻ തിങ്ക് ആൻഡ് ആൻസർ. അതിപ്പോ എസ് ഓർ നോ, ഇറ്റ്സ് ബിയോണ്ട് യുവർ ഡിസിഷൻ എന്ന് വെച്ച് ചിന്തിച്ച് നാളെ തന്നെ പറയണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ 1 വർഷം ഞാൻ ഇവിടെ കാണും. തനിക്ക് ഞാൻ 6 മാസം സമയം തരും. തനിക്ക് ഇതിനുള്ളിൽ എന്റെ പ്രപ്പോസലിനുള്ള ആൻസർ തരാം. whatever it is, yes or no, I will accept and I will respect it. അത് തന്റെ ഇഷ്ടമാണ്. തനിക്ക് ഞാൻ യോജിക്കുന്ന ഒരു പാർട്ട്ണർ ആണെന്നും തോന്നിയാൽ മാത്രം താൻ എന്നെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇനി തനിക്ക് ഞാൻ യോജിച്ചതെല്ലാം തോന്നുന്നുണ്ടേ തനിക്ക് റിജക്ട് ചെയ്യാം. അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതെ, കല്യാണം കഴിഞ്ഞിട്ടും പറയാം. എന്റെ എഞ്ചിനീയർ റെഡിയോ? ഇവിടെ വാ. ദാ, 4 ടീമായി ഇപ്പൊ തിരിക്കും. ഇപ്പൊ നമ്മൾ 3 പേരുണ്ട്. ഇനി ഒരാളും കൂടെ കേറ്റും. വല്ല ഈനാമ്പേച്ചികളെയും കേറ്റാനാ പ്ലാനെങ്കിൽ. നീ ചൂടാവാതെ നോക്കാം. കോപ്പ് ആ അക്ഷയ് വരാനിട്ടാ, അല്ലെ അവനെ കേട്ടായിരുന്നു. മക്കളെ, ഒരാളുണ്ട്, നമ്മുടെ ചീങ്കണ്ണി. ആ, അത് കൊള്ളാം. നിധി മതി. നിധി, എന്താ കുഞ്ഞേച്ചി? സോ ദിസ് ഇസ് വൺ ഓഫ് യുവർ ബെസ്റ്റ് മെമ്മറി. നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് ഡേയ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ക്യാമ്പും ഈ ക്യാമ്പ് ഫയറും ഒക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് ആയിരിക്കും. അപ്പോ ഈ മെമ്മറബിൾ മൊമെന്റിന് ചെറിയൊരു മധുരം പകരാൻ നമുക്ക് ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം. കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്, കോളേജ് പ്രണയം.
കോളേജ് ഡേയ്സിൽ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം അതിലും ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെന്റ് വേറെ ഇല്ലെന്ന്. ശരിയായിരിക്കും, ചിലവർക്കത് മധുരമുള്ളതായിരിക്കും, ചിലപ്പോൾ ചിലവർക്കത് കയപ്പുള്ളതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇപ്പോ എന്റെ മുന്നിലിരിക്കുന്ന പലരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാകാം, ചിലപ്പോ എക്സ്പീരിയൻസ് ചെയ്ത് മോശമായ എക്സ്പീരിയൻസ് കിട്ടിയവരായിരിക്കാം, നല്ല എക്സ്പീരിയൻസ് കിട്ടിയവരുണ്ടാകും. എല്ലാവർക്കും പലതരം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആയിരിക്കും. ബട്ട് യു ക്യാൻ സേ സംതിങ് അബൌട്ട് ലവ്. ഞാൻ പറഞ്ഞു വരുന്നത് വാട്ട് ഈസ് ലവ് ഇൻ യുവർ പോയിന്റ് ഓഫ് വ്യൂ. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ആ ചീങ്കണ്ണിക്ക് ചെറിയൊരു പണി കൊടുക്കാം. അവൾ ഇന്ന് എന്നെ കുറെ ഊക്കിയതാ. സർ, ജിന്ദഗി നന്നായിട്ട് പറയും. അവക്ക് ഈ ലവിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അതിപ്പോ പിന്നെ ചാടി ചാടി നടക്കുന്ന ആ ചീങ്കണ്ണിക്ക് പ്രണയമല്ല, മണ്ണാങ്കട്ടയാ. ഞാൻ അവക്കിട്ടൊരു പണി കൊടുത്തടാ മണ്ട. ഇതറിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാണ് അവളുടെ പേര് പറഞ്ഞ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ജിന്ദഗി, ആർ യു റെഡി? ഇപ്പൊ പറയും, ഈ ചീങ്കണിക്ക് ഇതിനും വലിയ പണി എനിക്ക് കിട്ടാനില്ല. എന്തേ, മടിയുണ്ടോ നിനക്ക്? ഏയ് ഇല്ല, ഞാൻ പറയാലോ. സാറ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ് പ്രണയമെന്ന വികാരം. ജീവനുള്ള എല്ലാ ജന്തുക്കളും അത് അനുഭവിച്ചിരിക്കും. ചിലവരത് പ്രകടിപ്പിക്കും, ചിലവരത് ഒളിപ്പിച്ചു വെക്കും, ചിലവർ തുറന്നു പറയും. എന്റെ ഈ കാലയളവിൽ ഞാൻ ആ സുന്ദരമായ വികാരത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. മനോഹരമായ പ്രണയങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിന് സങ്കടത്തിലാക്കിയ പ്രണയങ്ങളും ഉണ്ട്. എന്നാൽ മറ്റൊരു തരത്തിൽ നോക്കിയാൽ അതും മനോഹരമാണ്. അങ്ങനെ ഈയിടെ ഞാൻ കേട്ടറിഞ്ഞ ഒരു കഥയാണ് പ്രണയത്തിന്റെ ത്യാഗികളായ റോമിയോ ജൂലിയറ്റിന്റെ. അവരുടെ പ്രണയത്താൽ അവർ ഒന്നിപ്പിച്ചത് 2 ശത്രു കുടുംബങ്ങളെയായിരുന്നു. പക്ഷേ അത് കാണാൻ വേണ്ടി അവർക്ക് യോഗം ഉണ്ടായിരുന്നില്ല. നമ്മൾ പലരുടെയും മനസ്സിൽ പ്രണയമെന്ന് കേൾക്കുമ്പോൾ പതിഞ്ഞു വരുന്ന മുഖങ്ങൾ അവരുടേതാവാം. ഒരുപാട് വായനാശീലമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അവരുടെ കഥ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നുള്ള കോൺസെപ്റ്റിനോട് തന്നെ ഒരു വിശ്വാസം തോന്നിയത്. തന്റെ പ്രിയപ്പെട്ടവനെ സ്വന്തമാക്കാൻ ശവക്കല്ലറയിൽ പോലും കിടക്കാൻ തയ്യാറായവൾ, പ്രാണപ്രിയയുടെ വേർപിരിയിൽ പങ്കുചേർന്നവൻ. അങ്ങനെ അവരുടെ അവസാന ശ്വാസം നിലച്ചു. കൈകോർത്തുകൊണ്ട്, ആ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട്. ജീവിതത്തിൽ ഈ റോമിയോ ജൂലിയറ്റ് ഒക്കെ എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. എന്നാലും ഞാൻ കാത്തിരിക്കും എന്റെ റോമിയോന് വേണ്ടി. അതുവരെ എല്ലാ വർഷവും കാലവർഷത്തിന്റെ രൂപത്തിൽ വരുന്ന പ്രാണനാഥന്റെയും പ്രാണസഖിയായ ഭൂമിയുടെയും പ്രണയത്തിന് എപ്പോഴും ഒരു സാക്ഷിയായി ഞാൻ നിൽക്കും. ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ പ്രണയം ഭൂമിയുടെയും മഴയുടെയും. റോമിയോ ജൂലിയറ്റിന്റെ കഥ മിക്കവാർക്കും എല്ലാവർക്കും ഫേമസ് ആയിരിക്കും. പക്ഷേ അതിൽ ഈ ഒരു മഴ ആൻഡ് ഭൂമി കോൺസെപ്റ്റ്, വാവ്, സത്യം പറഞ്ഞ താൻ പറഞ്ഞപ്പോഴാ ഞാൻ പോലും ശ്രദ്ധിച്ചത്. That chemistry of Romeo Rain and Juliet. എന്തായാലും ഇപ്പോ എല്ലാവരും ഒരു റൊമാൻറ്റിക് മൂഡിലാണെന്ന് എനിക്കറിയാം. അപ്പോ നമുക്കിതിനെ കുറച്ചുകൂടെ സ്വീറ്റ് ആക്കിയാലോ? അതുകൊണ്ട് അടുത്തതായി നമ്മുടെ റിച്ചു ഒരു പാട്ട് പാടുന്നതായിരിക്കും. കമോൺ റിച്ചു. ഹാ പാടാം. ബട്ട് സോങ് ഷുഡ് ബി സജസ്റ്റഡ് ബൈ യു ഗൈസ്. വെയിറ്റ്, ഒരാൾ സജസ്റ്റ് ചെയ്യും. നമുക്കൊരു ലോട്ട് ഇടാം. ദ ലക്കി വിന്നർ വിൽ സജസ്റ്റ്. ഗൗതമി പറഞ്ഞതാണ് ശരി. ഇപ്പോ ഏതായാലും ലേറ്റായി, ഒരു പാട്ടിനുള്ള സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലക്കി വിന്നറിൽ അത് സജസ്റ്റ് ചെയ്യാം.
അപ്പോ ഞാൻ ലോക്കിടാൻ പോവാണ്. 1 2 3. ആരെയാണ് ഹൃദയം കിട്ടിയത്? ജിന്ദഗി. എന്ത് നിധിയുടെ ദിവസം തന്നെ. എടി ചീങ്കിണ്ണി, ഒരു അടിപൊളി പാട്ടൊന്ന് സജസ്റ്റ് ചെയ്യടി. ശരി, റിച്ചൂട്ടൻ എന്റെ മുഖത്ത് നോക്കുമ്പോ ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത് അത് പാടാം. അത് 1 മിനിറ്റ് എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ലയെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം. ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയാ. അപ്പോ ഇന്നത്തെ ഈ സുന്ദരമായ നിമിഷം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ എല്ലാവർക്കും പണിയെടുക്കേണ്ടതാണെന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് സുഖനിദ്ര, ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. എന്തു ഭംഗിയല്ലേ റിച്ചേട്ടാ ഈ സ്ഥലം കാണാൻ. നാച്ചുറൽ ബ്യൂട്ടി. അല്ലാതെ നിന്നെ പോലെ പുട്ടിയല്ല. എന്ത്? അതിന് ഞാൻ പൂട്ടിയൊന്നും ഇടാറില്ല. റിച്ചേട്ടൻ പറ, ഞാൻ സുന്ദരിയല്ലേ? തരക്കേടില്ല. റിച്ചേട്ടൻ തന്നെ നടന്നു, ഞാൻ വരൂല. ഷേ, പിണങ്ങിയോ? റിച്ചുട്ടൻ വെറുതെ പറഞ്ഞതല്ലേ. പൊട്ടിയിട്ട നിധി സുന്ദരി കുട്ടിയല്ലേ. റിച്ചേട്ടൻ നിന്നെ ഞാനിന്ന് ഹേയ് നിധി, എടി ചുമ്മാ പറഞ്ഞതല്ലേടി. എടി വിടടി, തല്ലല്ലേ. ഹലോ റിഷാൻ, ഞാനാ ശിവാലി. ഓ ശിവ, പറയ്. ഇന്ന് 4 മണിക്കൊന്ന് കാണാൻ പറ്റുമോ? താൻ ഫ്രീ ആണോ? വൈ നോട്ട്, കാണാലോ. എന്നാ കഫേ കോളിൽ വെച്ചിട്ട് 4 മണിക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. Looks so beautiful. എന്താ കാണണമെന്ന് പറഞ്ഞേ? പറയാം. 4 മാസം മുന്നേ എന്നോട് ചോദിച്ചതിന് ഒരുപാട് ആലോചിച്ച് ഞാനൊരു തീരുമാനത്തിലെത്തി. ഓ ഓക്കെ. So, Miss Shivali Ramnath is ready to be Mrs. Shivali Rishan. എന്താ ശിവ, ഈ റിഷാന് ശിവാലിയുടെ പാർട്ട്ണർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, എന്നെ ഒരുപാട് താൻ റെസ്പെക്ട് ചെയ്തു. എന്റെ ആൻസറിന് വേണ്ടി പേഷ്യന്റ്ലി വെയിറ്റ് ചെയ്തു. ഈ 4 മാസത്തിനിടെ എന്നെ വന്ന് ശല്യം ചെയ്യാനോ അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കാനോ താൻ നിന്നില്ല. എന്നേക്കാൾ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്റെ ഫാമിലിക്കാ. എന്റെ ഫാമിലിയെ സ്വന്തം എന്ന പോലെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അതിലേറെ എന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ്ങും.
അതിന് യു ആർ 100 out of 100. ഓക്കെ, അപ്പോ തനിക്ക് എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? ഇനി എന്താ അറിയാനുള്ളത്? ലഫ്റ്റനന്റ് കമാൻഡോ റിഷാൻ സത്യൻ, ദ മെയിൻ എത്തിക്കൽ ഹാക്കർ ഓഫ് ദ മിലിറ്ററി. അങ്ങനെ സൗഹൃദത്തിന്റെയും വൺ വേ പ്രണയത്തിന്റെയും ഒക്കെ ഇടയിൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയത് അവരാരും അറിഞ്ഞില്ല. റിച്ചാർഡും ഗൗതമിയും നിർദേവും അവരുടെ PG പഠനം കഴിഞ്ഞ് കോളേജ് വിട്ട് ഇറങ്ങി. ഇവരുടെ പടിയിറക്കത്തിൽ ഏറ്റവും സങ്കടം നമ്മുടെ നിധിക്ക് തന്നെ. കാരണം നിധി ഇനിയും 2 വർഷത്തോളം അവിടെ പഠിക്കണം. ശിവാലിയും റിഷാനും മനസ്സ് തുറന്നതുകൊണ്ട് വീട്ടുകാർ അവരുടെ എൻഗേജ്മെന്റ് അങ്ങ് നടത്തി. 1 വർഷം കഴിഞ്ഞ് കല്യാണവും ഉറപ്പിച്ചു. അങ്ങനെ വീണ്ടും ഒരു ജൂൺ മാസം. Hey Romeo, do you know one thing? I found my Romeo too. It's time to confess my love. Waiting for the Right day. തീർക്കണം. ഒരു ബുള്ളറ്റിൽ തീർക്കാൻ പാടില്ല. ആദ്യം അവന്റെ പ്രിയപ്പെട്ടവരെ, then him. ഇഞ്ചിഞ്ചായി വേദനിച്ച് മരിക്കണം അവൻ. റിഷൻ സത്യൻ ഫ്രം കേരള. അച്ഛൻ, അമ്മ, അനിയൻ ആൻഡ് സൂൺ ടു ബി എ ഹസ്ബൻഡ്. ആള് എൻഗേജ്ഡ് ആണ്. കക്ഷിയുടെ വുഡ് ബി ഡോക്ടർ ശിവാലി രാംനാഥ്. ഒരു ചെറിയ തിരുത്ത്, റിഷാൻ അറിയാത്ത തിരുത്ത്. ലെറ്റ്സ് ചേഞ്ച് അവർ മിഷൻ സ്പോട്ട്. ഷോപ്പിംഗ് മാൾ വേണ്ട, ശിവാലിയുടെ ഹോസ്പിറ്റൽ മതി. ആദ്യം അവന്റെ പ്രാണസഖ്യയിൽ തന്നെ തുടങ്ങാം. First wish. You are the best, Richuta. എന്നാലും ഇന്നാ ശിവൂട്ടി ഒന്നും വന്ന് കണ്ടതുമില്ല, ഒന്ന് വിളിച്ചത് പോലുമില്ല. ഇന്ന് ഞാൻ കൊല്ലും. ശിവൂട്ടി. ആഹാ, ഇതാര്? നിധിയോ? ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ദിയേച്ചി. ദിയേച്ചി, ശിവ ഡോക്ടർ ഒരു മീറ്റിംഗിലാ. ഒരു 20 മിനിറ്റിനുള്ളിൽ വരും. നീ അവിടെ ക്യാബിനിലിരിക്കെ. ഓ ഓക്കെ. കുറച്ച് ടൈം. ഇനി ഡോക്ടർ ശിവാലി അല്ല, ഡോക്ടർ ജിന്ദഗി രാംനാഥ്. ഡോക്ടർ ശിവാലി രാംനാഥ്. കൊള്ളാലോ കോച്ച്. അതിനറിയില്ലല്ലോ ഇന്നും കൂടെ അതിന് ഈ സെതസ്കോപ്പ് വെച്ച് അവിടെ ഇരിക്കാൻ പറ്റുമെന്ന്. Damn it! എന്താ ഏട്ടാ? ഇന്നായിരുന്നു ആ ISന്റെ മിഷൻ. ഷോപ്പിംഗ് മോളായിരുന്നു അവരുടെ സ്പോട്ട്. അത് ഞാൻ അറിഞ്ഞതും അത് ഡിഫ്യൂസ് ചെയ്യേണ്ട എല്ലാം ഞങ്ങൾ ചെയ്തതാ. ബട്ട് ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച് ടു സിറ്റി ഹോസ്പിറ്റൽ. നിധിയോ? ഹലോ, എന്താ മോളെ? ഏട്ടാ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിലാ. എന്ത്? സിറ്റി ഹോസ്പിറ്റലിലോ? ഏട്ടാ, ഇവിടെ ആരൊക്കെയോ ബോംബ് വെക്കാൻ പോവാ. ശിവോട്ടിയെ കൊല്ലെന്നൊക്കെ പറയുന്നത് ഞാൻ മാറി നിന്ന് കേട്ട്. ഏട്ടാ, രക്ഷിക്ക്. നിധി, നിധി, ഏട്ടാ, നിധി എവിടെ? ഹോസ്പിറ്റലില്. അവൾ ആരോ. ഹേയ് റിച്ചു, എടാ നിക്ക്. ഓ ഗോഡ്. ഹലോ, മൂവ് ടു സിറ്റി ഹോസ്പിറ്റൽ ഫാസ്റ്റ്. നിധി, എവിടെയാ നീ? നിധി, 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 നീ ഇവിടെ ഉണ്ടോ? നിധി. റിച്ചൂട്ടാ, 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 പോ ഇവിടുന്ന്, പോ. റിച്ചൂട്ടാ പ്ലീസ്. നോ നിധി, ഞാൻ പോവില്ല, പോവില്ല ഞാൻ.
പെട്ടെന്ന് റിച്ചുവിന്റെ നമ്പർ ട്രേസ് ചെയ്യാൻ നോക്ക്. ഒട്ടും ടൈമില്ല. Hurry up, guys. റിച്ചൂട്ടാ, ഈ ബോംബ് ഇപ്പൊ പോട്ടോ റിച്ചൂട്ടാ, പോ പ്ലീസ്. നിധി, നീയല്ലേ പറഞ്ഞത് തന്റെ പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ആളാണ് റോമിയോ എന്ന്. എന്റെ പ്രണയത്തിന് വേണ്ടി അല്ല, എന്റെ ജൂലിയറ്റിന്റെ കൂടെ സ്വർഗത്തിന്റെ അറയാ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ മരിക്കും. റിച്ചൂട്ടാ, എന്തോ പറയണേ. നിധി, വിൽ യു ബി മൈ ജൂലിയറ്റ്? മഴ ഭൂമിയെ സ്നേഹിച്ചതുപോലെ ഈ റിച്ചാർഡ് ഈ ജിന്ദഗിയെ സ്നേഹിക്കും. ലെറ്റ്സ് റെസ്റ്റ് ടുഗദർ. റിച്ചു, കണ്ണു തുറക്ക് റിച്ചു. നിധി. Many happy returns of the day, നിധി. താങ്ക് യു ശിവൂട്ടി. ശിവൂട്ടി ഇറങ്ങും കേട്ടോ, ഈവനിങ് പാർട്ടിക്ക് പോവാനുള്ളതല്ലേ. നിന്റെ ഷാനുമായിട്ട് വന്നിട്ടുണ്ട്. ഓ, റിച്ചൂട്ടൻ. ഓ, അവൻ ലണ്ടനിലല്ലേ, അവന് ലീവ് കിട്ടിയില്ലാന്ന് പറഞ്ഞു. ഇനിയെപ്പോഴങ്ങ് വരുമായിരിക്കും. മറന്നു എന്നെ. 1 വർഷമായി ആ സംഭവം നടന്നിട്ട്. അതിനുശേഷം ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല. ഇന്നെങ്കിലും ഒരു മെസ്സേജ് ഞാൻ പ്രതീക്ഷിച്ചു. മറന്നു എന്നെ. അന്ന് എന്താ ഉണ്ടായതെന്നും ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നെ അവിടെ ഇട്ട് പൂട്ടിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ യു. നിധി, പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഞാൻ വരുന്നില്ല അമ്മൂട്ടി. എന്തു പറ്റി നിധി? ഒരു തലവേദന. എനിക്ക് വൈകി കൂട്ടി. ശരി, നീ എന്നാ ഇവിടെ റെസ്റ്റ് എടുക്ക്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രാത്രി എത്താൻ നോക്കാം. നിധി, നീ പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. 11:15 ആവുമ്പോ അവിടെ ഷാനു ഒരു ഡ്രൈവറെ അയക്കും. നിന്നെ അവിടെ തനിച്ച് നിർത്തിയതിന് ഞങ്ങൾ 3 പേരും കേട്ടു. പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഞങ്ങൾക്ക് ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് നീ വേറെ റെഡിയായി നിൽക്ക്. 11:15 ആവുമ്പോ ഡ്രൈവർ വരും. ഓക്കെ, ബൈ. ഇതെന്താ? துலா தட்டில் உன்னை வைத்து நிகர் செய்ய பொன்னை வைத்தாய். துலாபாரம் தோற்காதோ பேரழகே. റിച്ചുട്ടാ, In front of this sea and shore couples, Miss Zindagi Ramnath, will you be my Juliet forever? Happy birthday, my love. Always, I want to be your last option. Everything and with us. And this June 30 will always നിന്റെ മാത്രമല്ല എന്റെ എസ്പെഷ്യലി. சல்லடை கண்ணாக நெஞ்சமும் பொன்னானதே. இத்தனை நாளாக உன்